ചിലപ്പോൾ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരാറില്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാറില്ല. ചില ഓൾഡ് ഏജ് പേഷ്യൻസ് അവരുടെ ജനറൽ കണ്ടീഷൻ വളരെ മോശമായിട്ട് സ്റ്റേജ് 4 ക്യാൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മളെടുത്ത് വരാറുണ്ട്. അവർക്ക് എന്താ പറയുക, അവരുടെ സ്റ്റേജ് അനുസരിച്ച് അവർക്ക് കീമോതെറാപ്പി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അവരുടെ ജനറൽ കണ്ടീഷൻ മോശമാണ്, അല്ലാതെ തന്നെ വേറെ ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. അപ്പോൾ ആ ആൾക്ക് ഈ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചില പേഷ്യൻസിന് നമ്മൾ ക്യാൻസറിൻ്റെ ഗ്രോത്തും അതിൻ്റെ സ്പ്രെഡൊക്കെ കുറക്കാൻ വേണ്ടി കീമോതെറാപ്പി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ ചില പേഷ്യൻസിന് ബെസ്റ്റ് സപ്പോർട്ടീവ് കെയർ മാത്രമാണ്. അതായത് ആൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആളുടെ വേദന കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ആൾക്ക് എന്താ പറയുക, ആളുടെ ക്വാളിറ്റി, ലൈഫിൻ്റെ ക്വാളിറ്റി നമ്മൾ കുറച്ചൊന്ന് ബെറ്റർ ആക്കാൻ നോക്കാം. അല്ലാണ്ട് ലൈഫ് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ചിലപ്പോഴൊക്കെ ICU എന്നൊക്കെ കൺസൾട്ടേഷൻസ് വരും. അങ്ങനെ വെന്റിലേറ്ററിലുള്ള പേഷ്യൻസ് ആണ്. അപ്പം അവരുടെ വർക്കപ്പ് ചെയ്തപ്പോൾ ഒരു ക്യാൻസർ കണ്ടുപിടിച്ചു, ബ്രസ്റ്റിൽ ക്യാൻസർ കണ്ടു, മുഴയുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതിനിപ്പം ബയോപ്സി എടുത്ത് ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ ബയോപ്സി എടുക്കേണ്ട കാര്യമില്ല. വളരെ ഗ്രേഡ് കുറഞ്ഞ ക്യാൻസർ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്, പക്ഷേ വളരെ ഗ്രേഡ് കുറഞ്ഞ ചെറിയൊരു ക്യാൻസർ, ഫോർ എക്സാമ്പിൾ ഈ ലോ ഗ്രേഡ് ലോ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്. അങ്ങനെയുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചിലപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചതായിരിക്കാം. അതിന് നമ്മൾ ആക്റ്റീവ് സർവൈലൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആവശ്യമില്ല, പക്ഷേ അത് കൂടുന്നുണ്ടോ, ആ ഗ്രേഡ് മാറുന്നുണ്ടോ, സ്റ്റേജ് മാറുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യണം. ഡിഫിക്കൽട്ടാണ്, പേഷ്യൻ്റ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. ചില ക്യാൻസറുകൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കില്ല നല്ലത്.